പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിയെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ 5 ദിവസത്തിനുള്ളിൽ നടപടി വേണമെന്ന് UDF. ഇക്കാര്യം ആവശ്യപ്പെട്ട് UDF നേതാക്കൾ IG-യെ കണ്ടു. UDF പ്രവർത്തകരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ IG ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും MK രാഘവൻ MP പ്രതികരിച്ചു. 3 ദിവസം പോലീസ് പറയുന്നില്ല അവിടെ ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. പക്ഷേ CPM നേതാക്കൾ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ആദ്യമായി സ്ഫോടനത്തെക്കുറിച്ച് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് കേസെടുത്തിട്ടുള്ളത്. വീടുകളിൽ കയറി പോലീസ് വീണ്ടും ഇതുപോലെ പ്രതികളെ പിടിക്കാനെന്ന പേരിൽ വീട്ടുകാരെ ദ്രോഹിക്കുകയാണെങ്കിൽ, അതുപോലെ ഷാഫിയുടെ പേരിൽ ഷാഫി കൊടുത്ത പരാതിയിൽ കേസെടുക്കുന്നില്ലെങ്കിൽ, അതിലെ പ്രതിയെ കണ്ടെത്തി നടപടിയെടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊടുവിൽ IG ഓഫീസിന് മുമ്പിൽ വന്നിരിക്കേണ്ടി വരും, സമരം പ്രഖ്യാപിക്കേണ്ടി വരും, അനിശ്ചയകാലത്തെ പ്രഖ്യാപിക്കേണ്ടി വരും. ഈ സംഭവം നടന്നു. രാഹുൽ കെ വിവരങ്ങൾ വേണ്ടി. രാഹുൽ, അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് പോകേണ്ട സാഹചര്യം എന്നാണോ UDF കണക്കാക്കുന്നത്? എന്തെങ്കിലും വിധത്തിൽ പോലീസിന്റെ ഒരു ഇടപെടൽ ഉണ്ടോ ഇക്കാര്യത്തിൽ? ദിവിഷ, അതായത് പേരാമ്പ്ര സംഘർഷം, അതിന് പിന്നാലെ ഉണ്ടായ രാഷ്ട്രീയ യുദ്ധങ്ങൾ അതിങ്ങനെ തുടർന്നു പോവുക തന്നെയാണ്. ഇപ്പോൾ പ്രധാന 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDF നേതൃത്വം ഉത്തരമേഖല IG-യെ കണ്ടിട്ടുള്ളത്. ഒന്ന്, ഷാഫി പറമ്പിൽ MPയെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ അടിയന്തരമായി നടപടി വേണമെന്നതാണ്. MPയെ ബോധപൂർവം പോലീസുകാരിൽ ചിലർ തന്നെ ആക്രമിച്ചുവെന്ന് SP നേരത്തെ പരസ്യമായി സമ്മതിച്ചു. ഈ പോലീസുകാരെ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ AI ടൂൾ ഉപയോഗിച്ചു പോലും അവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ SP, പക്ഷേ പിന്നീട് ആ കാര്യത്തിൽ ഒരു തുടർ നടപടികളും ഉണ്ടായില്ല എന്നാണ് UDF ആരോപിക്കുന്നത്. ആ കാര്യവും അതുപോലെ തന്നെ 30-ലധികം UDF പ്രവർത്തകരെ സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയിൽ ഉൾപ്പെടെ വീട്ടിലെത്തി പോലീസിന്റെ ക്രൂരമായ നടപടിയാണ് ഉണ്ടാകുന്നത് എന്നുകൂടിയാണ് UDF നേതൃത്വത്തിന്റെ പരാതി. അതായത് രാത്രി വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന പ്രവർത്തകരെ വാതിലിൽ തട്ടി വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകുന്നു. അതടക്കം മനുഷ്യത്വരഹിതമായി പോലീസ് പെരുമാറുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് IG-യെ കണ്ട് UDF നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ പോലീസിന് നേരെ UDF പ്രവർത്തകരാണ് സ്ഫോടക വസ്തു എറിഞ്ഞതെന്നാണ് CPM നേരത്തെ തന്നെ ആരോപിച്ചിരുന്നത്. ആ CPM നൽകുന്ന നിർദ്ദേശപ്രകാരം UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്ന പരാതിയാണ് നേതൃത്വത്തിനുള്ളത്. ഈ 2 കാര്യങ്ങളുമാണ് IG-ക്ക് മുൻപിൽ ഇവർ അവതരിപ്പിച്ചിട്ടുള്ളത്. 5 ദിവസത്തിനകം ഇതിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ IG ഓഫീസിന് മുൻപിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുമെന്നാണ് നേതൃത്വം അറിയിക്കുന്നത്. നേരത്തെ പേരാമ്പ്ര DYSP-ക്കെതിരെ അടക്കം നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DGP-ക്ക് പരാതി നൽകുമെന്നും ഇല്ലെങ്കിൽ കോഴിക്കോട് റൂറൽ SP-യുടെ വസതിക്ക് മുൻപിൽ പ്രതിഷേധം ആരംഭിക്കുമെന്ന് UDF നേതൃത്വം പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു നടപടി അങ്ങനെയല്ല. 5 ദിവസത്തിനകം കൃത്യമായ നടപടി ഇല്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ജില്ലയിലെ ഈ UDF ഘടകകക്ഷി നേതാക്കളിൽ ഒന്നടങ്കം IG-യെ കണ്ട് അറിയിച്ചത്. ശരി, രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിയത്.